ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായിട്ടല്ല, നമുക്കിത് ഡിന്നറായിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാട്ടോ ഇത്. അപ്പോൾ എന്തായി ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പം നമുക്ക് വീഡിയോട്ട് പോകാം. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 4 ദോശയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനായിട്ടുള്ള മാവാണ് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു മുട്ട മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 3/4 കപ്പോളം മൈദയും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പൊടി ചേർക്കാം. മൈദ തന്നെ വേണമെന്നില്ല, രണ്ടായാലും നല്ല ടേസ്റ്റിന് കേട്ടോ ഉണ്ടാകാൻ. അപ്പോൾ ഇതാ 3/4 കപ്പ് മൈദ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള. അപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. നമുക്കിപ്പം ആവശ്യമുള്ള വെള്ളം ചേർത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പും കൂടിയും ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഇങ്ങനെ മിക്സിയിൽ തന്നെ അടിച്ചെടുക്കണമെന്നില്ല. നമുക്കൊരു പാത്രത്തിലേക്ക് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് അടിച്ചെടുത്തുള്ള ആ ഒരു മാവ് പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് നല്ല ഫൈനായിട്ട് കട്ടിയൊന്നുമില്ലാതെ അടിച്ചെടുക്കണേ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കൂടിയും വെള്ളം ചേർക്കുന്നുണ്ട്. നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ചേർത്തിട്ട് അതാട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഈ ഒരു പാകത്തിനാട്ടോ നമ്മൾ മാവ് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. നല്ല ലൂസാകാനും പാടില്ല, നല്ല കട്ടിലുണ്ടാകാനും പാടില്ല. നമ്മൾ സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കില്ല, മൈദ ദോശയൊക്കെ ആ രീതിക്കാട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ. നന്നായിട്ട് പാന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇതുപോലെ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മാവ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുന്നില്ല കേട്ടോ. നമ്മൾ പാൻ കേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കില്ലേ, ആ ഒരു രീതിക്കാട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ആ ഒരു തടിവാണ് കേട്ടോ നമ്മൾ ഈ ഒരു ദോശക്ക് നല്ല നൈസായിട്ട് പരത്തിയെടുക്കാൻ പാടില്ല. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മുകൾ ഭാഗത്ത് ആറി ഇതുപോലൊന്ന് ബബിൾസൊക്കെ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിനൊന്ന് തിരിച്ചിട്ടെടുക്കാം കേട്ടോ. എന്നിട്ട് ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടി കൊടുക്കാം. എന്നിട്ട് നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ. അത് ഇങ്ങനെ മുകൾ ഭാഗത്ത് ഇങ്ങനെ പൊങ്ങി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു ഭാഗം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 സൈഡ് നന്നായിട്ട് കുക്കായിട്ട് വന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ ആ ഒരു ഭാഗം കൂടി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വന്ന സമയത്ത് നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു സൈഡും കൂടി നമ്മൾ ഇതുപോലെ ഇങ്ങനെ പ്രസ്സാക്കി കൊടുക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ 2 സൈഡ് നന്നായിട്ട് കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സൈഡ് ഭാഗം നോക്കി ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ബാക്കിയുള്ള മാവ് നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അധികം വലിപ്പമില്ലാതെ ഈ ഒരു രീതിക്ക് കുറച്ച് തടിയൊക്കെ ആയിട്ട് വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്കിതാ വേറൊരു പാത്രത്തിലേക്ക് ഒരു മുട്ട ഇട്ടെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് സവാളയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും ചേർക്കാം കേട്ടോ. ക്യാരറ്റ് ചേർക്കാം, നമുക്ക് ക്യാബേജ് ചേർക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് സവാള ചേർക്കുന്നുണ്ട്. ചെറിയൊരു സവാള എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നിരടി കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് ക്യാപ്സിക്കം കേട്ടോ. ക്യാപ്സിക്കം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ വെജിറ്റബിൾസ് ഒന്നും ചേർത്തിട്ടില്ല, വെറും സവാള മാത്രം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റിന് ഉണ്ടാകാൻ. അപ്പോൾ ആവശ്യത്തിന് നമുക്കിതിലേക്ക് പച്ചമുളക് ചേർക്കാം എരിവിനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ പെപ്പർ പൗഡർ ചേർക്കാം കേട്ടോ. ഇനി അതും അല്ലെങ്കിൽ നമുക്ക് ചില്ലി ഫ്ലെക്സ് ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു പിഞ്ചോളം ചില്ലി ഫ്ലെക്സ് ആട്ടോ ചേർക്കുന്നത്. പെപ്പർ ആയാലും കുഴപ്പമില്ല. ഇനി പച്ചമുളകൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അത് വേണമെങ്കിലും നമുക്കിതിലേക്ക് ചേർക്കാം കേട്ടോ. നമ്മളെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് എത്ര വേണമെന്നുള്ളതും ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ സംഭവം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ. ചൂടായി വന്ന പാനിലേക്ക് ആവശ്യത്തിനുള്ള നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ ഓയിലൊന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മുട്ടയുടെ മിക്സിൽ നിന്ന് 1-2 ടീസ്പൂണോളം ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മുട്ട ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവേ. അപ്പോൾ ഇത് എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണോളം നമ്മളെ മുട്ടയുടെ മിക്സ് ഇതുപോലെ ഇങ്ങനെ അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മൾ ആ ഒരു ദോശയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുത്താൽ മതിയേ. അപ്പോൾ ഇനി ഇത് ആറുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ദോശ ഒന്നെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ചെടുക്കാട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരുന്ന സമയത്ത് ദോശയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊന്തി വന്ന് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് നമുക്കിതിനങ്ങ് തിരിച്ചിട്ട് കൊടുത്താൽ മതിയേ.
അപ്പോൾ ഇപ്പോൾ ഇതാ നമ്മളതിൻ്റെ മുകളിലേക്ക് ദോശയൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് കൈ വെച്ച് ഒന്ന് പ്രസ്സാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി തുടങ്ങുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി കുക്കായിട്ട് വന്നിനാൽ ഇതുപോലെ ഇങ്ങനെ സൈഡ് ഭാഗത്ത് ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ നമ്മളിതാ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. നന്നായിട്ട് മുരിഞ്ഞ് നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. ഇതുപോലെ റെഡിയായിട്ട് കിട്ടിയാൽ മതിയേ. അപ്പോൾ സംഭവം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ അങ്ങ് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പം നല്ല സിമ്പിളായിട്ടും എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളി റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ. താങ്ക് യു.